ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഒരു 1-2 മാസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ന്യൂസ് വന്ന് തുടങ്ങിയ ആ ഒരു സമയം മുതൽ ഞാൻ ഈ ഒരു ന്യൂസ് സത്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ക്ലയന്റ് ആണ് എനിക്കിത് മെസ്സേജ് ആയിട്ട് അയച്ചത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് സത്യമാണോ എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ അതിനുശേഷം പിന്നെ ഇങ്ങനെ റാൻഡം ആയിട്ട് എനിക്ക് കുറച്ച് ഡൗട്ട്സുകളൊക്കെ നമ്മുടെ ക്ലയൻസിന്റെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ കമന്റ് സെക്ഷനിലൊക്കെ ഞാൻ കാണാറുണ്ട്. ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ ഡൗട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നല്ല, ഈ ന്യൂസ് എന്ന് പറയുന്നത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് വിൻഡോ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് ആണുള്ള സാധ്യത 91%. 91% എന്ന് പറയുന്ന ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കണക്ക് തന്നെയാണ്. 91% കൂടുന്നതായിട്ടാണ് ഒരു പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഏകദേശം ഒരു 5 വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ തന്നെ ഞാൻ ഒരുപാട് വീഡിയോസ്, എൻ്റെ മെജോറിറ്റി വീഡിയോസും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ്. നമ്മുടെ ഒരുപാട് കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് പേര് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മുടെ ക്ലയൻസ് ആണെങ്കിൽ ഒരുപാട് പേര്, അതായത് ഈ ഒരു വിൻഡോ ഫോളോ ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ IF ഫോളോ ചെയ്തുകൊണ്ടാണ് അവരുടെ വെയിറ്റ് കുറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഇത് എന്റെയും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ തരിക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുത്തുമോ എന്നുള്ളൊരു കാര്യം. അപ്പൊ അധികം ഇൻട്രോ ഒന്നും തന്ന സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അമേരിക്കൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഈ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയത് കേട്ടോ. അപ്പോൾ ഈ അമേരിക്കൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല, ഇങ്ങനെ WHO അങ്ങനെ പലതരത്തിലുള്ള ഹെൽത്ത് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇവിടെയൊക്കെ പലതരത്തിലുള്ള സ്റ്റഡീസ് ഓരോ ഡെയിലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പല റിസൾട്ടുകളാണ് നമ്മൾ പുറം ലോകം അറിഞ്ഞ് പിന്നീട് നമ്മൾ അത് നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമാക്കി മാറ്റുന്നത്. അപ്പോൾ അതേപോലെ നടന്നൊരു സ്റ്റഡീസാണ് ഇത്. പക്ഷേ ഇത് ഒരിക്കലും ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് അല്ല. അതായത് ഓക്കെ ഇത് ഇങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ 91% ഹാർട്ട് ഫെയിലിയറിന് ചാൻസസ് ഉണ്ടെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് എവിടെയും ഒരു ജേർണലിലും ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല. പക്ഷെ അതിന് പകരം ഇങ്ങനെ ചില ഫൈൻഡിങ്സുകൾ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് അബ്സ്ട്രാക്റ്റുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള പല സംഭവങ്ങളെ പറ്റിയിട്ടുള്ള അബ്സ്ട്രാക്റ്റുകളും ഇങ്ങനെ ഓരോ റിസർച്ചേഴ്സ് ഇങ്ങനെ ഫൈൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ അബ്സ്ട്രാക്റ്റുകളിൽ നിന്ന് 1% അല്ലെങ്കിൽ 1-2% കാര്യങ്ങൾ മാത്രമേ ഓക്കെ ഫൈനൽ ഇത് ഇങ്ങനെ തന്നെയാണ് എന്ന് റിസർച്ചിന്റെ ഭാഗമായിട്ട് കണ്ടുപിടിച്ച് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ആധികാരികമായിട്ട് പ്രസിദ്ധീകരിക്കപ്പോലും പെടാത്തൊരു കാര്യമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് നമ്മളിലേക്കൊക്കെ ഇങ്ങനെ ഭയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കി, ഇത് എവിടെയും കറക്റ്റ് ആയിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് സ്ഥിരീകരിക്കണമെങ്കിൽ അതിന് ഒരു ബാക്കപ്പ് ഉണ്ടായിരിക്കണം. അതായത് എന്താ പറയുക, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡീസ് ഉണ്ടായിരിക്കണം. ഒരു വലിയൊരു മാസ് എമൗണ്ട് ഓഫ് ആളുകളിൽ ഈ ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരിക്കണം. ഒരു ലോങ് ടേം പഠനമായിരിക്കണം അത്. പക്ഷെ ഇതൊന്നും, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ പാലിക്കാത്ത ഒരു പഠനമാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിന്റെ ആ ഒരു റുട്ടീനിൽ ഇവർ ചെയ്തേക്കുന്നത്. അതായത് കുറച്ച് വിഭാഗം ആളുകളെ എടുത്ത് അവർ പറയുന്നത് 2023 മുതൽ 2018 വരെയുള്ള കാലയളവിലുള്ള ആളുകളെയാണ് എടുത്തേക്കുന്നതാണ്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് പോപ്പുലർ ആയി തുടങ്ങിയത് ഏകദേശം ഒരു 10 years ബാക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതിന് മുമ്പേ ഒക്കെ ആയിട്ട് ഈ ഏർലി 2000-ലൊക്കെ 2003 ആ സമയത്തൊക്കെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആളുകൾ ചെയ്യുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. പിന്നെ എങ്ങനെയാണ് അവർ ആ ഒരു കണക്കെടുത്തതെന്ന് സീരിയസ്ലി നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഇത്രയും കാലയളവിലുള്ള ആളുകളെയാണ് അവർ എടുത്തേക്കുന്നത്. അതും ഈ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി അവര് റിസർച്ച് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 24 hours റീകോൾ മാത്രമാണ് ഓരോ ആളുകളുടെ അടുത്തുനിന്നും അവർ ചെയ്തേക്കുന്നത്. അതായത് 24 hours റീകോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞ 24 hours അല്ലെങ്കിൽ കഴിഞ്ഞ 72 hours നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചത്, ഏത് പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്തത്, എപ്പോഴാണ് നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തത്, എപ്പോഴാണ് നമ്മൾ ഫാസ്റ്റിംഗ് തുടങ്ങിയത്, ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു 2 ദിവസത്തെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ മാത്രം ഡീറ്റെയിൽസ് അവരെടുത്ത് ചോദിച്ച് അവരുടെ ഡേറ്റാസ് കളക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ 24 hours റീകോൾ. അങ്ങനെയുള്ള ഒരു റീകോൾ മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന ആളുകളിലൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് എന്ത് ബാക്കപ്പ് ആണുള്ളത് എന്ന് ആലോചിച്ച് നോക്കുക. അതിനകത്ത് എന്ത് ആധികാരികതയാണുള്ളത്? 2 ദിവസം മാത്രം എന്താണ് കഴിച്ചത്? 2 ദിവസത്തിന് മുമ്പ് അവർ ഏത് റുട്ടീനാണ് ഫോളോ ചെയ്തിരിക്കുന്നത്? അവർ ആൽക്കഹോളിക് ആണോ, അല്ലെങ്കിൽ അവർ പുകവലിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ അവർക്ക് ഹാർട്ട് ഡിസീസ് ഉള്ള ഒരാളാണോ, അല്ലെങ്കിൽ അവർ അൺഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന് പോലും നോക്കാതെ ഉള്ള ഒരു കൂട്ടം ആളുകളിലാണ് അവർ ഈ ഒരു പഠനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പഠനത്തിന് ഒരു ലോങ് ടേം സ്റ്റഡീസിന്റെ ഒരു ബേസിക് പോലും ഇല്ലാത്ത ഒരു പഠനമാണ് അവർ നടത്തിയിരിക്കുന്നത്. അപ്പൊ അതിന് എത്രത്തോളം ആധികാരികത ഉണ്ടെന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഷോർട്ട് ടേം റിസോഴ്സസ് വെച്ചിട്ട് മാത്രമുള്ള ഒരു പഠനത്തിന്റെ അതിൽ നിന്ന് കിട്ടിയ അബ്സ്ട്രാക്റ്റിന്, അതും ഒരു റിസൾട്ട് പോലും അല്ലാത്ത ഒരു അബ്സ്ട്രാക്റ്റിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇങ്ങനെ റഫായിട്ട് നടത്തിയ ഒരു സ്റ്റഡീസിന് അബ്സ്ട്രാക്ട് ആയിട്ട് കിട്ടിയ വിവരങ്ങളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു ന്യൂസ് ആയിട്ട് ഇത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതേ അമേരിക്കൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് നമുക്ക് ഒരു കാലത്ത് നമ്മൾ അറിഞ്ഞത് എഗ് യോക്ക് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ റെഡ് മീറ്റ് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്താ പറയാ ബട്ടർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചാൽ നമ്മൾ കൊളസ്ട്രോള് കൂടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സമയത്ത് നമ്മളൊക്കെ ചെറുപ്പത്തിലായിരിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് വെളിച്ചെണ്ണയൊക്കെ ഉപേക്ഷിച്ച്
ആ സമയത്ത് സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ശരിക്കും നമ്മളൊരു റിസർച്ച് ബേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു സൺഫ്ലവർ ഓയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയ സമയം മുതലാണ് നമ്മുടെ ഹാർട്ട് ഡിസീസ് ഇൻക്രീസ് ആവാനും അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലിയർ റിസ്ക് ഒക്കെ കൂടാനായിട്ട് തുടങ്ങിയത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലൂടെ ചെകഞ്ഞു നോക്കുകയാണെങ്കിൽ ചില മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ ആയിട്ടുള്ള ഒരു ടൈപ്പിലൂടെ ഒക്കെയാണ് ഇങ്ങനെയുള്ള അൺറിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ സാധാരണക്കാരിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ അമേരിക്കൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള ഹെൽത്ത് ഓർഗനൈസേഷന് നമ്മൾക്ക് ഈവൻ സാധാരണക്കാരിൽ പോലും ഇൻഫ്ലുവൻസ് ചെലുത്താനായിട്ടുള്ള കഴിവ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ മുലപ്പാലിന് സമമായിട്ടുള്ള വെളിച്ചെണ്ണ പോലും മാറ്റിയിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലും അങ്ങനത്തെ ഓയിൽസ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയത്, ഡാൽഡ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയത്. അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ ആ സമയത്ത് വന്നു, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നീടാണ് പല പഠനങ്ങളും നടന്ന് നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ബട്ടർ ആണ് നല്ലത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും വെളിച്ചെണ്ണയിലോട്ടും ബട്ടറിലോട്ടും ഒക്കെ വന്നത്. അതേപോലെ തന്നെ ഈ കോൺഫ്ലിക്സ്, സീരിയൽസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഈവൻ സാധാരണക്കാർ വരെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ ഇവരുടെ ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കി ആ ട്രിക്കിൽ നമ്മൾ പെട്ടുപോകാതെ മുന്നോട്ട് വരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനി ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഒരുപാട് ലോങ് ടേം സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ കഴിയുന്നതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കാം, എനിക്ക് കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോ ഇതിപ്പോ ഒരു ഷോർട്ട് ടേം ഒരു 24 hours റീകോൾ മാത്രം ചെയ്ത് നടത്തിയ ഒരു സ്റ്റഡീസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം. അതിന്റെ ഒരു റിസൾട്ട് പോലും വരുന്നതിന് മുമ്പുള്ള അബ്സ്ട്രാക്ട് ആണ് സോഷ്യൽ മീഡിയയിലേക്ക് സ്പ്രെഡ് ആയിരിക്കുന്നത്. പക്ഷേ ലോങ് ടേം ആയിട്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അതായത് 1 വർഷം 2 വർഷമൊക്കെ ഒരു വിഭാഗം ആളുകളെ അവർ നോട്ട് ഡൗൺ ചെയ്ത് അവരുടെ റുട്ടീൻ എങ്ങനെയാണ്, അവർ ഏത് പാറ്റേൺ ഫോളോ ചെയ്യുന്നത്, ഫീഡിംഗ് ആയിട്ടുള്ള ആളുകളിൽ ഇത് ചെയ്ത് നോക്കുമ്പോൾ എന്ത് ഗുണമാണ് കിട്ടുന്നത്, അതുപോലെ തന്നെ കുറച്ച് എൽഡർലി ആളുകളിൽ ചെയ്യുമ്പോൾ എന്ത് ഗുണമാണ് കിട്ടുന്നത്, അതുപോലെ തന്നെ ഹാർട്ട് റിസ്ക് കൂടുതലുള്ളവർക്ക്, അതായത് ഈ ഒരു തവണ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നവർക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എങ്ങനെയാണ് ഗുണം കിട്ടുന്നത്, ക്യാൻസർ പേഷ്യൻസിന് എങ്ങനെയാണ് ബെനിഫിറ്റ് ആവുന്നത്. അങ്ങനെ ലോങ് ടേം ആയിട്ടുള്ള 1-2 വർഷം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള റിസർച്ച് ഒരുപാട് ഒരു വലിയൊരു മാസ് എമൗണ്ട് ഓഫ് ആളുകളിലൊക്കെ നടത്തിയിട്ടുള്ള ഒരു റിസർച്ച് ആണ് നമുക്കിപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി. അപ്പൊ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതുകൊണ്ടുള്ള ലോങ് ടേം ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലോങ് ടേം റിസർച്ചിന്റെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. നമുക്ക് ഹാർട്ട് ഫെയിലിയർ ചാൻസസ് കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു അല്ലെങ്കിൽ ഹാർട്ട് ഹെൽത്തിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. അതുപോലെ തന്നെ ക്യാൻസർ സെൽസിനെ നശിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്യാൻസർ വരാതിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. നമ്മുടെ ബോഡിയിലെ ഓട്ടോഫാജി എന്നുള്ള ഒരു പ്രോസസ്സ് നടന്ന് നമ്മളെ പുതിയ സെൽ ക്രിയേഷൻ അല്ല പുതിയ സെൽ റീജനറേഷൻ ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. അതേപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് സർക്കംഫറൻസ്, അതായത് നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് കൂടാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ ക്ലാരിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ഓവറോൾ നമ്മുടെ ബോഡി ഫാറ്റ് പെർസെന്റേജ് കുറയ്ക്കാനായിട്ട്, വെയിറ്റ് കുറയ്ക്കാനായിട്ട്, മസിൽ മാസ് ഇൻക്രീസ് ചെയ്യാനായിട്ട്, അങ്ങനെ ഏറ്റവും നല്ലൊരു മാർഗ്ഗമായിട്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ ഒരുപാട് ലോങ് ടേം റിസർച്ചിലൂടെ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത്രയും പോപ്പുലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിനെയാണ് ഇപ്പൊ ഈ അമേരിക്കൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് ഫെയിലിയർ ആവും അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരും എന്നാണല്ലോ ഇവർ പറയുന്നത്. അപ്പൊ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു ബേസിക് ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ 8 hours ഈറ്റ് ചെയ്യും, നമ്മൾ 16 hours ഫാസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു 10 o'clock ആഹാരം കഴിക്കും, 6 മണിയാകുമ്പോഴേക്കും നമ്മൾ ആഹാരം സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ എന്താ പറയുക, പുരാതന കാലം മുതലേ ആളുകൾ ചെയ്തുകൊണ്ട് വരുന്ന ഒരു മെത്തേഡായിരിക്കും. ആയുർവേദത്തിലൊക്കെ നമ്മൾ പറയുന്നതാണ് സൺസെറ്റിന് മുമ്പേ ആഹാരം കഴിക്കണം, അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു റുട്ടീൻ വിട്ടിട്ട് നമ്മൾ പിന്നെ ഏത് രീതിയിലാണ് ആഹാരം കഴിക്കാനാണ് ഇവർ പറയുന്നത്? ആക്ച്വലി നമ്മൾ ഏത് നേരത്തും ഫുഡ് കഴിക്കാം, ഒരു പാറ്റേണും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ലേറ്റ് നൈറ്റ് ആയിട്ട് ആഹാരം കഴിക്കാം, എന്ത് ഫുഡും കഴിക്കാം, അങ്ങനെയുള്ള ഒരു റുട്ടീൻ ഫോളോ ചെയ്യാനാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ എന്തൊരു വിരോധാഭാസമാണെന്ന് ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ ചെയ്തു തുടങ്ങിയ ഒരു കാര്യമാണ്. നമ്മൾ എല്ലാവരും ഒരുവിധം ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഒരു 7 മണിക്ക് മുന്നേ ആയിട്ട് ഡിന്നർ സ്റ്റോപ്പ് ചെയ്യുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു റുട്ടീൻ കറക്റ്റ് അല്ല എന്നാണ് ഇവരിപ്പോ പറഞ്ഞു വരുന്നത്. 91% നമുക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കും എന്ന് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാണ്, അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് നമ്മൾ ഈറ്റ് ചെയ്യുകയാണ്, ഒരു 7 മണിക്ക് മുന്നേ ആയിട്ട് നമ്മൾ ആഹാരം സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ വരുന്നൊരു വിരോധാഭാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മളിപ്പം എന്താ പറയാ, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ ഫോളോ ചെയ്യാണ്, ഈ 8 hours നമുക്ക് കണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാരി വലിച്ച് കഴിക്കുകയാണ്, നമുക്ക് ഹാർട്ടിന്റെ ഹെൽത്തിന് ഒട്ടും തന്നെ നല്ലതല്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഈറ്റിംഗ് വിൻഡോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഹാർട്ട് ഫെയിലിയർ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഫൈനലി നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഈ കഴിക്കുന്ന ഫുഡിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുമ്പോൾ ഈ 8 hours ഈറ്റിംഗ് വിൻഡോയിൽ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് പാറ്റേൺ അല്ലെങ്കിൽ കലോറി ഡെഫിസിറ്റ് ഫോളോ ചെയ്യുന്നവർക്കും ഇതേ ചാൻസസ് കൂടുതലാണ്. അതായത് ഒരു 600 കലോറി ഡയറ്റ്, 700 കലോറി അല്ലെങ്കിൽ 1000 കലോറീസിൽ താഴെ ഡയറ്റ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു ഹാർട്ട് ഫെയിലിയർ ചാൻസസ് ചിലപ്പം കൂടുതലായിരിക്കാം.
കാരണം അവരുടെ ബോഡിക്ക് അത്രയും ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാതെയുള്ള ഒരു ഡയറ്റ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അത് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ആണെങ്കിലും വേറെ ഏത് പാറ്റേൺ ആണെങ്കിലും നിങ്ങളുടെ റിസ്ക് അവിടെ കൂടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എത്രയും എന്താ പറയുക ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്യാം, അത്രയും അൺഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ നല്ലൊരു കലറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു ഫാസ്റ്റിംഗ് വിൻഡോ കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാനും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷെ അതിനിടയിൽ നിങ്ങൾ വാരി വലിച്ച് കഴിക്കുന്ന ഒരു റുട്ടീനോ അല്ലെങ്കിൽ വളരെയധികം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണോ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ ഈറ്റിംഗ് വിൻഡോയിൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്, വളരെയധികം ഫോക്കസ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതൊക്കെ പ്രോപ്പർ ആണെങ്കിൽ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫോളോ ചെയ്യാം, എത്ര കാലം വേണമെങ്കിലും ലൈഫ് ലോങ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതിനെക്കൊണ്ട് യാതൊരുവിധ ഇഷ്യൂസും ഹെൽത്ത് ഇഷ്യൂസും നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നില്ല. ഇൻഫാക്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള റിസ്കുകളൊക്കെ കുറഞ്ഞു വരാനാണ് സാധ്യത. ഇവൺ നമ്മുടെ ക്യാൻസർ വരാനുള്ള ചാൻസസ് പോലും കുറയ്ക്കുന്ന ഒരു സംഭവമാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്. അപ്പൊ ഇങ്ങനെയുള്ള ന്യൂസസ് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ആഹാരം എടുക്കുക, മീലുകളൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക, പച്ചക്കറികളും പഴങ്ങളും ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക, നല്ല രീതിയിൽ ഉറങ്ങാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. അങ്ങനെ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഫോളോ ചെയ്ത ഒരു ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് റുട്ടീനും കൂടെ ഒരു 8-16 പാറ്റേൺ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങളെ ബാധിക്കില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ലീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാരിറ്റി വന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഡൗട്ടുകളുള്ള എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് എടുത്ത് കളഞ്ഞതിന് ശേഷം ധൈര്യമായിട്ട് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് മെത്തേഡ് ഫോളോ ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.